ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഡയറ്റിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. സോ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബോഡി ഷേമിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ബോഡിയിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്, പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഈ വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്നത്. സോ കുറച്ച് ഡയറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. സോ നമുക്ക് ഓരോ റുട്ടീനിലോട്ട് കടന്നാലോ? കമോൺ. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അതിൽ ഫസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ പ്രിപ്പറേഷൻസ്, കുറച്ച് പർച്ചേസിങ് ഉണ്ട്. നമുക്ക് ഡയറ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. ഇതിന് കുറച്ച് കണ്ടൻറ്റ് എഴുതി വെക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇങ്ങനെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. ഓർമ്മ വരുന്നതിനനുസരിച്ച് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. സോ ഇങ്ങനൊരു നോട്ട് പാഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. പല കാര്യങ്ങളും ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. മറക്കാണ്ടിരിക്കാൻ നമുക്ക് ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ ഞാനിങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഭയങ്കര കംഫർട്ടബിളാണ്. ഭയങ്കര നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും ഇതിൽ നോക്കിക്കുകയാണെങ്കിൽ. സോ ഇതാരും ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ വെയിറ്റ് ലോസ് ജേർണിയുടെ ഫസ്റ്റ് മീലായ ഒരു ഡ്രിങ്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ എഴുന്നേറ്റ അപ്പം തന്നെ നമ്മൾ വിത്തൗട്ട് ഫുഡിന് മുന്നേ കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. സോ ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് ലെമൺ ചിയ സീഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. സോ ഒരു ഗ്ലാസ്സിൽ ഹോട്ട് വാട്ടർ എടുക്കുക, അതിലേക്ക് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക, അതിനുശേഷം 1 ടീസ്പൂൺ ചിയ സീഡ് ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ചിയ സീഡ് എല്ലാം കുതിർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് കുടിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക്. ഈ ചിയ സീഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആളൊരു വീരനാണ് കേട്ടോ. നമ്മുടെ വെയിറ്റ് ലോസിന് നമുക്ക് വളരെ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ചിയ സീഡ്. പക്ഷേ ഇത് കഴിക്കുന്നതിനൊരു മെഷർമെൻ്റ് ഉണ്ട്. ആ മെഷർമെൻറ്റിൽ കൂടുതൽ നമ്മൾ കഴിക്കാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത് തലേ ദിവസം പ്രിപ്പയർ ചെയ്ത ഓവർനൈറ്റ് ഓട്സ് ആണ്. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു പാത്രത്തിൽ പാലെടുക്കുക, കുറച്ച് ഓട്സ് ഇടുക, നന്നായിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട ഫ്രൂട്ട്സ് എടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ആപ്പിളും മാംഗോയും ആണ്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്ട്രോബെറി, ബ്ലൂബെറി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഒരു ടീസ്പൂൺ ചിയ സീഡ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വരുന്നത്. എന്നിട്ട് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കൂടെ ഞാനൊരു ഡ്രിങ്ക്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ് കഴിച്ചു. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് 3 ക്യാപ്സ്യൂളാണ്. ഫസ്റ്റ് വൺ വരുന്നത് omega-3 ഓർ ഫിഷ് ഓയിൽ. ഇതൊരെണ്ണം കഴിക്കുക. ദെൻ വരുന്നത് ലെവിയോൺ 400 ആണ്, ഈ ഒരു പച്ച ക്യാപ്സ്യൂള്. അടുത്തത് വരുന്നത് മൾട്ടിവൈറ്റമിൻ ആണ്. ഈ 3 മസ്റ്റായിട്ട് നമ്മൾ കഴിച്ചിരിക്കണം. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, നമ്മൾ ഡയറ്റ് എടുക്കുന്നവരും അല്ലാത്തവരും നന്നായിട്ട് വെള്ളം കുടിക്കണം. ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഞാനൊരു 2 ലിറ്ററിൻ്റെ ഈ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടൈമിംഗ് അനുസരിച്ച് നമുക്ക് എപ്പോഴാണോ ആവശ്യം അനുസരിച്ച് വെള്ളം കുടിക്കണം. മസ്റ്റായിട്ട് എന്തായാലും നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. സോ അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. പിന്നെ സ്കിൻ കെയറിൻ്റെ കാര്യം മറക്കല്ല കേട്ടോ, അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നല്ലൊരു ഫേസ് വാഷ് ഓർ ക്ലെൻസർ വേണം. അതിനുശേഷം ടോണർ യൂസ് ചെയ്യണം. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ. ഈ 3 മസ്റ്റ് ഹാവ് ആണ്. ഇത് 3 ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി ഞാൻ ജിമ്മിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാൻ നിൽക്കുകയാണ്. സോ അടുത്തതായിട്ട് ഞാൻ നല്ല ഒരു സൺസ്ക്രീൻ ഇടുന്നുണ്ട്. ജോവീസിൻ്റെ ആണ് ഈ ഒരു സൺസ്ക്രീന്. സോ
ഇപ്പോഴത്തെ ചൂടിൽ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റാണ്. ചൂടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുറത്തിറങ്ങുമ്പോഴും വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴും നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സോ അത് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലഞ്ചിന് ഞാൻ കഴിക്കുന്നത് റാഗി പുട്ടാണ്. കൂടെ ഇന്നലത്തെ ഫിഷ് കറി ഉണ്ട്, കോളിഫ്ലവറും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ലഞ്ചിന് കഴിക്കുന്നത്. സാധാരണയായിട്ട് ചപ്പാത്തി കഴിക്കാറുണ്ട്. ഒരു ഫിഷ് ഐറ്റമോ ചിക്കനോ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ റൈസ് കഴിക്കാറുണ്ട്. റൈസ് കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി സാധാരണ കഴിക്കുന്നതിൽ നിന്നും അളവ് കുറച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ നമ്മൾ വർക്കൗട്ട് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. വാട്ടർമെലണും പപ്പായയുമാണ് കഴിച്ചത്. അതിനുശേഷം ഞാൻ റാഗി വാട്ടർ കഴിച്ചിട്ടുണ്ട്. അതൊന്നുമില്ല, ജസ്റ്റ് റാഗി എടുക്കുക, കുറച്ച് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്യുക, ഒരു 5-10 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം അത് നമ്മുടെ ടയർഡ്നെസ്സിനൊക്കെ വളരെ നല്ലതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്തേക്കുന്നത്. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് യോഗയാണ്. സോ നമ്മുടെ ബോഡിക്കുള്ള ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫേസിനുള്ള കുറച്ച് എക്സസൈസാണ് ചെയ്യുന്നത്. അതായത് ഡബിൾ ചിന്നുള്ള ഒരുപാട് പേര് നമ്മുടെക്കിടയിലുണ്ട്. സോ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ് ഞാൻ ഈ പറയുന്നത്. സോ നമ്മുടെ ഡബിൾ ചിന്ന് പോയി ജോ ലൈൻ നല്ല കറക്റ്റായിട്ട് വരാനുള്ളതാണ് ഈ ഫേസ് യോഗ എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സസൈസ് ഉണ്ട്. സോ ഞാനൊരു 3 എക്സസൈസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ വരുന്നത്, ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ 15 എണ്ണത്തിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണമെന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഫേസ് യോഗ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരെണ്ണം.
നമ്മുടെ ഫേസ് മസിൽസ് എല്ലാം നന്നായിട്ട് സ്ട്രെച്ച് ആവണം. സോ ഇതാണ് രണ്ടാമത്തെ വർക്കൗട്ട് വരുന്നത്. മൂന്നാമത്തെ വരുന്നത് ഇങ്ങനെ 3 വർക്കൗട്ടാണ് ഞാൻ യൂഷ്വലി ഫേസിന് വേണ്ടി ചെയ്യാറുള്ളത്. സോ ഞാൻ ഇത് ചെയ്തിട്ട് വരാം. നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഈവനിങ് സ്നാക്സിന് പകരം ഞാനൊരു ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗർ കഴിക്കുന്നുണ്ട്. പിന്നെ 2 എഗ് വൈറ്റ്, ബോയിൽഡ് എഗ് വൈറ്റും കഴിക്കുന്നുണ്ട്. ഡിന്നറിന് ഞാൻ കഴിക്കുന്നത് കുറച്ച് വാട്ടർമെലൺ, ക്യൂക്കമ്പർ, ക്യാരറ്റ്, കുറച്ച് ആപ്പിൾ, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ സാലഡാക്കി കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ വെജിറ്റബിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാം. ഞാനിങ്ങനെയാണ് കഴിക്കുന്നത്. ഉറങ്ങുന്നതിന് മുന്നേ ഒരു ജ്യൂസ് ആയാലോ? നമ്മുടെ ഡയറ്റിൻ്റെ ലാസ്റ്റ് മീലാണ് ഈ ഒരു ജ്യൂസ്. ക്യൂക്കമ്പർ ലെമൺ ജ്യൂസ് എന്നാണ് ഈ ജ്യൂസിന് പറയുന്നത്. സോ ക്യൂക്കമ്പർ എടുക്കുക, നന്നായിട്ട് ക്ലീൻ ചെയ്യുക, അതിനുശേഷം ജ്യൂസ് ചെയ്യുക, അതിലേക്ക് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ ഡ്രിങ്ക്. നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുടിക്കേണ്ട ഒരു ഡ്രിങ്കാണ് ഈ ലെമൺ ക്യൂക്കമ്പർ ഡ്രിങ്ക്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.